എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പുതു വർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പൊതുജീവിതത്തിൻ്റെ ഏടുകൾ നേരിൽ നൽകണമെന്ന് വലിയൊരു ആശ എനിക്ക് തോന്നി. ഞാൻ കലാമണ്ഡലം വിമലാ മേനോൻ, തൃശ്ശൂർ ജില്ലക്കാരിയാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. 1943 ജനുവരി 7 ചക്കമ്പത്ത് വീട്ടിൽ വിശാലാക്ഷി മേടയും തിരുവനന്തപുരത്തെ എസ് കെ കൃഷ്ണൻ നായരുടെ എൻ്റെ അച്ഛനായ കൃഷ്ണൻ നായരുടെയും ദ്വിതീയ പുത്രിയായിട്ട് എനിക്ക് ജനിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. എൻ്റെ അമ്മയും വലിയൊരു കലാകാരിയാണ്. നല്ലോണം വീണ വായിക്കും, നല്ലോണം പാടും. പിന്നെ അച്ഛൻ്റെ കൂടെ എല്ലാ ജില്ലകളിൽ കേരളം വിട്ട് ഇന്ത്യ മുഴുവൻ ഒരു എഞ്ചിനീയർ എന്ന ലെവലിൽ പോവുക കാരണം എല്ലാ ഭാഷയും സംസാരിക്കുവാനും എല്ലാവരുമായിട്ടും ഇടപഴകാനുള്ളൊരു സാഹചര്യം എൻ്റെ അമ്മയ്ക്കുണ്ടായി. അത് തന്നെ ഞങ്ങളെ 7 മക്കളിലും അമ്മയ്ക്ക് പകർന്നു തരാനുള്ളൊരു ഭാഗ്യം കിട്ടി. പക്ഷേ കലാകാരിയായിട്ട് നാമധേയത്തിൽ ആകെ ഞാനായ വിമലാ മേനോൻ തന്നെയാണ് മുന്നോട്ട് വന്നത്. അതിൽ കുടുംബത്തിൽ എല്ലാവർക്കും വലിയ പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഉദ്ഘാടനത്തിന് ഗവർണർ ഗിരിയും മുഖ്യ അതിഥിയായിട്ട് വെള്ളത്തോൾ നാരായണ മേനോനും വരികയുണ്ടായി. അവിടുത്തെ സ്റ്റേജിൽ കാളികാമർദ്ദനം കളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. തൃപ്പൂണിത്തുറ പ്രൊഫസർ വിജയഭാനു സാറായിരുന്നു അന്ന് എൻ്റെ ആദ്യ ഗുരുവും എന്നെ കലാമത്തിൽ ചേർക്കാനുള്ള ഒരു മുൻഗാമിയായിട്ട് നിന്ന ഒരു വലിയൊരു ഗുരുനാഥൻ ആണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷേ ആ ഒരു നൃത്തം കാളികാമർദ്ദനം കണ്ട വെള്ളത്തോട് എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെയുള്ള കലാകാരികളാണ് കലാമണ്ഡലത്തിൽ വന്ന് ചേരേണ്ടതും കലാമണ്ഡലത്തിൻ്റെ പേര് നിലനിർത്തേണ്ടത്. അന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കലാമണ്ഡലം എന്നൊരു സ്ഥാപനം ഉള്ളതായിട്ടോ അങ്ങനെ കലാകാരികൾ അവിടെ വളർത്തിയെടുക്കുന്നതായിട്ടോ എൻ്റെ അറിവില്ല. പക്ഷേ എത്രയോ ദൂരെയും വലിയൊരു ആസ്ഥാനമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശേഷി അന്ന് എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ വളരെ നിർബന്ധമായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനുവാദമില്ലാതെ തന്നെ വേണം പറയാൻ, അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ അമ്മൂമ്മയ്ക്ക്. അവർ വലിയ തറവാട്ടുകാരാണ്. ഒരിക്കലും ഒരു നൃത്തക്കാരിയായി എന്നെ കാണാനുള്ളൊരു മനസ്ഥിതി ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷം വിജയഭാനു സാറാണ് എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർക്കുകയും 4 കൊല്ലം അവിടെ ഡിപ്ലോമ എടുക്കുകയും ചെയ്തു. ഇന്ന് കാണുന്ന കലാമണ്ഡലമല്ലായിരുന്നു അന്ന് കാണുന്നത്. ഭയങ്കര ചിട്ടയായിരുന്നു അന്ന്. വെളുപ്പിന് 4 മണിക്ക് എണീക്കുക, കണ്ണ് സാധകം ചെയ്യുക, മെയ് സാധകം ചെയ്യുക, പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ഒട്ടനവധി ചിട്ടകളോടെയാണ് ഞങ്ങൾ അന്ന് ഈ പറയുന്ന ഭരതനാട്യം മോഹിനിയാട്ടം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ഞങ്ങൾക്കൊരു ലീവോ അതിലൊരു മടിയോ അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണം പോരാ എന്ന് പറയാനോ ഒന്നും അന്നത്തെ കലാകാരന്മാർക്കോ കലാകാരികൾക്കോ സാധിച്ചിട്ടില്ല. അവിടെ കഥകളിക്കാരുണ്ട്, ചെണ്ട, മദ്ദളം, ചുട്ടി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ ഒട്ടനവധി മറ്റ് കലാരൂപങ്ങളും കൂടി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അന്ന് ഈ പറയുന്ന ഓരോ കലാകാരനും അതിൻ്റെ അടിസ്ഥാന മുദ്രകളടക്കം തിയറി പ്രാക്ടിക്കൽ പഠിച്ചാണ് 4 കൊല്ലം 6 കൊല്ലം 10 കൊല്ലം ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൂടുതൽ
ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കിയോടുകൂടി ഡിഗ്രി കൂടി വേണം എന്ന് വരുമ്പോൾ കലയ്ക്ക് പ്രാധാന്യം കുറയുകയും മറ്റ് ഉച്ചയ്ക്ക് ശേഷമുള്ള സാഹിത്യം നമ്മുടെ സിലബസ് പ്രകാരമുള്ള മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കലും ഡിഗ്രി പഠിക്കലും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ആ ഒരു ഗുണം ഇന്നത്തെ കലാകാരന്മാർക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 64 ശേഷം ഒരു കൊല്ലം 65, 64 തൊട്ട് 65, ഈ 64-നുള്ളിൽ ഞങ്ങൾക്ക് ഒരുപാട് പുറത്തെ പ്രോഗ്രാം കലാമണത്തിൻ്റെ ഉണ്ടായിരുന്നു. അത് PRD ആയിരുന്നു അന്ന് കൊണ്ടുപോയിരുന്നത്. അന്ന് ഒരു പണിക്കർ സാറുണ്ടായിരുന്നു, ലളിതാംബിക അന്തർജത്തിൻ്റെ മകൻ മോഹൻകുമാർ സാറുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ട്രൂപ്പിലെ രാജലക്ഷ്മി എന്ന് പറയുന്ന പാട്ടുകാരി, ട്രൂപ്പ് മാനേജർ ശങ്കരേട്ടൻ തുടങ്ങിയ ഒട്ടനവധി പേരുടെ കീഴിലാണ് ഞങ്ങൾ ലഡാക്ക് പരിപാടിക്ക് പോയത്.